ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയും മിത്രയും ഒക്കെ നിർബന്ധിക്കുകയാണ് ബാലനെ നമുക്ക് പുൽക്കൂട് മത്സരത്തിൽ പങ്കെടുക്കണം, ഫസ്റ്റ് പ്രൈസ് വാങ്ങണമെന്ന്. അപ്പോൾ അവസാനം ഗോമതി പറയുന്നുണ്ട്, പിള്ളേരുടെ ആഗ്രഹമല്ലേ, നമുക്ക് നടത്തി കൊടുത്തൂടെ. ബാലൻ പറയാണ്, അപ്പുറത്തെ കൃഷ്ണമംഗലത്തുകാരും ഒക്കെ കാണും, കാരണം റെസിഡൻസുകാർ നടത്തുന്നതല്ലേ, വെറുതെ ഒരു പ്രശ്നത്തിന് വേണോ? അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. മത്സരം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കാണുമായിരിക്കും. ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും നമ്മൾ തന്നെ ജയിക്കും. നമുക്ക് അത്രയ്ക്ക് നല്ല രസമായിട്ട് പുൽക്കൂടൊക്കെ ഒരുക്കണം, ഇവിടെ ആഘോഷമാക്കണം. അതൊരു ടീം വർക്കായിട്ട് നമുക്ക് ചെയ്യാം. ഞാനും മിത്രയും ഒക്കെ ചേർന്നിട്ട് ഒരു ടീമും, നിങ്ങൾ ആണുങ്ങളെല്ലാവരും കൂടെ ഒരു ടീമും, അങ്ങനെ ആയിക്കൂടെ. അവസാനം നമ്മുടെ ഗോമതിയുടെ നിർബന്ധപ്രകാരം തന്നെ ബാലനെ അതങ്ങ് സമ്മതിച്ചു കൊടുക്കാം കേട്ടോ. ശരി, എന്നാൽ പിന്നെ നമുക്കാവാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് പ്രൈസ് നമ്മൾ തന്നെ അടിച്ചെടുക്കണം. അതൊക്കെ ഓക്കെ അച്ഛാന്ന് പറയാം. അപ്പോൾ ശ്രീദേവി കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഗോമതി ആഗ്രഹിക്കുകയാണ്. എന്തായാലും ദേവി ചേച്ചിയുടെ അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടല്ലേ, വരും, ഉറപ്പായിട്ടും വരും എന്നും പറഞ്ഞ് അവരിങ്ങനെ നിൽക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് സുകന്യ മാറി നിൽപ്പുണ്ട്. സുകന്യ അപ്പോൾ വിചാരിക്കുന്നുണ്ട്, കണ്ടോ, ടീം പറഞ്ഞപ്പോൾ പോലും എന്നെ ഉൾപ്പെടുത്തിയില്ല, അവർ മാത്രമായിട്ട് ആണ് ഓരോന്നും ചെയ്യുന്നത്. ഞാനിവിടുത്തെ ആരുമല്ല, വലിഞ്ഞു കയറി വന്നവളെ പോലെ ആയല്ലോ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ, നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് ഞാൻ മേടിച്ച് തരാം എന്നും പറഞ്ഞിട്ട് നേരെ കൃഷ്ണമംഗലത്തേക്ക് പോയി അച്യുതനോട് എല്ലാ കാര്യങ്ങളും കൊളുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ അച്യുതനാണെങ്കിൽ പറയേണ്ടത്, അത് ശരി, അപ്പോൾ അവരുടെ ഉദ്ദേശം അതൊക്കെ തന്നെയാണല്ലേ, പുൽക്കൂട് മത്സരത്തിൽ ഞങ്ങളെ തോൽപ്പിക്കണം, വിട്ടുകൊടുക്കില്ല, ഈ ഒരു മത്സരത്തിൽ നമ്മൾക്ക് പങ്കെടുക്കണം, അലോകെ ജയിക്കാൻ പാടില്ല അവർ, അതിന് നമ്മുടെ സുകന്യെ ഞങ്ങളെ സഹായിക്കണം. ഞാൻ എന്താ വേണ്ടത്? വേറൊന്നും ചെയ്യണ്ട, എല്ലാം ഒരുക്കി വെച്ച് മത്സര സമയത്ത് എന്തായാലും കരോള് വരുമല്ലോ, ആ സമയത്ത് ഇവിടെ വരുന്ന സമയം, കരോള് ഇപ്പുറത്തായിരിക്കുമല്ലോ ആദ്യം വരുന്നത്, അവിടെ വരുന്ന സമയത്ത് തന്നെ ആ ദേവമംഗലത്തുള്ള പുൽക്കൂട്ടിലിരിക്കുന്ന ഉണ്ണിയേശുവിനെയും ബാക്കിയുള്ള പ്രതിമകളെയും ഒക്കെ നീ എടുത്ത് മാറ്റിയേക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം, ഒരു കുഴപ്പമില്ല എന്ന് ഇവള് പറഞ്ഞു കൊടുക്കാട്ടോ സുകന്യ. അങ്ങനെ രാത്രി നല്ല രീതിയിലൊക്കെ കരോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പുൽക്കൂടൊക്കെ അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ബാലൻ പലതവണ മീനാക്ഷിയോട് പറയുന്നുണ്ട്, മോളെ നമുക്ക് തന്നെ ഫസ്റ്റ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിടന്ന് പാടുപെടുന്നത്, അതൊന്നും അച്ഛൻ പേടിക്കണ്ട, ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വെടിപ്പടക്കങ്ങളും ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു റോക്കറ്റ് എങ്ങാണ്ട് വെക്കുമ്പോൾ നേരെ കൃഷ്ണമംഗലത്തിൻ്റെ മുറ്റത്തൂടെ അതങ്ങ് പാഞ്ഞു പോവാണ്. അത് കാണുമ്പോഴത്തേക്കിനും അച്യുതനും അലോകൊക്കെ പേടിച്ച് വീട്ടിനകത്ത് ഓടിക്കയറുക കേട്ടോ. അങ്ങനെ ബാലനും മീനാക്ഷിയും ഒക്കെ അത് കണ്ട് കൂട്ടച്ചിരിയാണ്, എല്ലാവരും കൂടെ അവരെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് അവർക്ക് സഹിക്കണില്ല. ഇതൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിച്ചത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്